അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സഹോദരന്മാരെ, ഇവിടെ സൈദാലി സാബും അതുപോലെ സക്കരിയ സലഫിയും ഒക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ ചില ഒബ്ജക്ഷനുകൾ മണിഖാൻ സാഹിബിന്റെ ആശയത്തിന് എതിരെ ഉന്നയിച്ചു. ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റില്ല. ഇനി വിസിബിൾ മൂണാണെങ്കിലും ക്രസന്റ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ILDL ഇന്റർനാഷണൽ ലൂണാർ ഡേറ്റ് ലൈൻ ഇത് വെച്ചാൽ പോലും ലോക മുസ്ലിങ്ങൾ ഒന്നായിട്ട് ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കുക, ഒരേ ദിവസം നോമ്പനുഷ്ഠിക്കുക, ഇത് സാധ്യമല്ല എന്നത് മണിഖാൻ സാഹിബ് പറഞ്ഞതിലേറെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിലാണ് സൈദാലി സാഹിബും അതുപോലെ തന്നെ സക്കരിയ സലഫി ഇവിടെ പറഞ്ഞത്. ഞാൻ അതിൻ്റെ ചില നോട്ട്സ് കൊണ്ടുവന്നിരുന്നു. അവർ ആ കാര്യം ഭംഗിയായി നിർവഹിച്ചതിനാൽ ഞാൻ അത് ഇനി ഇടപെടുന്നില്ല. പിന്നെ ചക്രവാളം ഒന്നേ ഉള്ളൂ എന്ന് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വിനീത സുഹൃത്ത് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം IDL എന്ന് മനസ്സിലാക്കിയത് PT ഉഷയൊക്കെ ഓടുന്ന റൂട്ടിൽ മൈതാനിയിൽ വരക്കുന്നത് പോലത്തെ ഒരു വരയാണ്. അതുപോലെ ചക്രവാളം ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ചക്രവാളം ഒരുപാടുണ്ട്. കാരണം ചക്രവാളം എന്നതൊന്നേ ഇല്ലേ ഇല്ല. അത് ഒരു മനുഷ്യൻ ഭൂമിയുടെ സർഫസിൽ എവിടെയാണോ നിലകൊള്ളുന്നത് അവന്റെ തലയും അവന്റെ പാദബിന്ദുവും അവന്റെ ശിരോബിന്ദുവും ഒരു വൃത്തത്തിന്റെ കേന്ദ്രമായി വലിയ വൃത്തം വരച്ചാൽ മൊത്തം പ്രപഞ്ചത്തെ രണ്ടായി പകുക്കുന്ന വൃത്തത്തിനാണ് ദായിറ അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഉഫുക്ക് എന്ന് പറയുന്നു. ഇത് ഉഫുക്കിനെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ് ഒന്നിലധികമുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം വരുന്നത്. ഏതായാലും പിന്നെ അദ്ദേഹം മറ്റൊരു തെളിവ് പറഞ്ഞു. ലക്ഷദ്വീപിൽ ഡൽഹിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് പഠിച്ച ആളുമാണ്, അഗത്തിക്കാരൻ സഖാഫി. അദ്ദേഹം പറയുന്നു മിനിക്കോയിൽ മാത്രമാണ് ഡൽഹിയെ അടിസ്ഥാനമാക്കി പെരുന്നാളും നോമ്പും അനുഷ്ഠിക്കുന്നത്, ബാക്കിയുള്ള ദ്വീപുകളിലൊന്നും അങ്ങനെയല്ല. ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിൻ്റെ ദ്വീപിൽ അങ്ങനെ അല്ല എന്ന് പറയുകയും. ഇവിടെ ഞാൻ ഒരൊറ്റ കാര്യം ഇനി ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാസ്ത്രീയമായി തന്നെ നോമ്പ് പെരുന്നാൾ ലോകത്ത് ഒന്നായിട്ട് ഒരു ദിവസമാക്കാൻ സാധ്യമല്ല എന്നത് ഖണ്ഡിതമായി പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മേലിൽ നിങ്ങൾ ഇനി അതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുക. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സ്ട്രീറ്റിൽ തന്നെ 3 ദിവസം നടത്തുന്നത്, അതിന് പരിഹാരം കാണണം. അതിന് കണക്ക് നല്ലവണ്ണം അറിയുന്ന, കണക്കിന് വേണ്ടി വാദിക്കുന്ന ചെറുപ്പക്കാർ ഖാദിമാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടണം. ഖാദിമാര് മാസം കാണണം എന്ന് വാശി പിടിക്കുന്ന ഖാദിമാരെ സമീപിക്കണം. ഇതാ കണക്ക് പ്രകാരം ഇന്ന സമയത്താണ് കാണാൻ സാധ്യത, നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണം. അതിനുവേണ്ടി ഒരു സംഘടനയുണ്ടാക്കണം. ഖുറൈബിന്റെ ഹദീസ് ഞാൻ അതിന്റെ ടെക്സ്റ്റ് സഹിതം ഇവിടെ കൊണ്ടുവന്നു. ഇബ്നു അബ്ബാസിനെ ഇവിടെ തെറ്റായി നേരത്തെ മണിഖാൻ സാഹിബ് ഉദ്ധരിക്കുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ ദിവസത്തെ അതിന്റെ ടെക്സ്റ്റിനെ സംബന്ധിച്ചുള്ള ചില ചർച്ച ഇവിടെ നടന്നു. എന്നാൽ അദ്ദേഹം മാസം കണ്ടത് 2 ദിവസമായതിന്റെ പേരിൽ പെരുന്നാൾ 2 ദിവസം തന്നെ ആകണം എന്ന് നിർബന്ധം പിടിച്ച ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഖുറൈബിന്റെ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹ് മുസ്ലിമിലാണ്. പിന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഇത് വാണിജ്യ ആവശ്യങ്ങൾക്കാണ്. കപ്പൽ യാത്രക്കാരൻ ക്ലോക്ക് തിരിച്ചു വെക്കണം. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഉണ്ടാകുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റാൻഡേർഡ് ടൈമുണ്ട്. അതേപോലെ തന്നെ ഓരോ മെറീഡിയൻ അനുസരിച്ചും ലോക്കൽ ടൈമും വ്യത്യാസപ്പെടും. ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തിലെ ദ്വാരകയും അതുപോലെ തന്നെ ആസാമിലെ ഡിബുസ്ഗറും തമ്മിലുള്ള സമയവ്യത്യാസം ശരിയായ മെറീഡിയൻ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 2 മണിക്കൂറിലധികം ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും വ്യത്യാസമുണ്ട്. ജുമയുടെ സമയം എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഏതെങ്കിലും പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന്. ളുഹറിന്റെ സമയത്ത് തന്നെയാകണം. ളുഹറിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ജുമ നിസ്കാരം എന്തായാലും ളുഹറിന്റെ സമയമായിട്ടേ പറ്റൂ, അസറിന്റെ ശേഷം പറ്റുകയുമില്ല. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് ഇത്രമാത്രം വലിയ ഐക്യത്തിന്റെ താല്പര്യമുണ്ടോ? ഇസ്ലാമിന് ഐക്യത്തിന്റെ താല്പര്യമുള്ള പല വിഷയങ്ങളുണ്ട്. അതേസമയം എല്ലാ കാര്യങ്ങളിലും ഈ ഐക്യം വേണം എന്ന് ഇസ്ലാം പറയുന്നില്ല. ഹജ്ജിന് വേണ്ടി ലോകത്തുള്ള എല്ലാവരെയും അവിടെ കൊണ്ടുവന്ന് പരമാവധി ഏറ്റവും വലിയൊരു ഐക്യ സമ്മേളനം അവിടെ നടത്തുന്നുണ്ട്. അതേസമയം നോമ്പ്, ഇത് നിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ വ്യത്യാസമാണ്. 2.5 മണിക്കൂറുള്ള സൗദി അറേബ്യയിൽ നമ്മൾ ജുമ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ അസർ ആയതിനു ശേഷമാണ് അവിടെ ജുമ നിസ്കരിക്കുന്നത്. നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ മാനദണ്ഡം അവിടെ പാലിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ നിസ്കാര
നിസ്കാരം തന്നെ ശരിയല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മുടെ ജുമുഅ കഴിഞ്ഞ് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, ലണ്ടനിലാണെങ്കിൽ 5.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, സാക്ഷാൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇപ്പോൾ സമയം രാവിലെ 3 മണിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജുമുഅ നിസ്കാരവും എല്ലാം കഴിഞ്ഞ് എന്നിട്ടേ അവർക്ക് നേരം പുലരുക തന്നെയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ തെറ്റിദ്ധാരണക്ക് കൂടി മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം ഷാഫിയെ പറ്റിയും മണിക്വാൻ സാഹിബ് വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഇമാം ഷാഫി ഒരിക്കലും അത്തരം ഒരു ഡേറ്റ് ലൈനിന്റെ വിഷയം തന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു നഗരത്തിൽ ഒന്നിലധികം ജുമുഅ ആവശ്യമില്ലാതെ നടത്തരുത് എന്നാണ്. ആവശ്യത്തിന് അദ്ദേഹം വിശദീകരണം നൽകി. ഒരുപക്ഷെ ഒരേ ടൗണിന്റെ നടുവിലൂടെ പുഴ ഒഴുകുന്നുണ്ട്, ബാഗ്ദാദ് അതിനുള്ള തെളിവാണ്. യൂഫ്രട്ടീസും ടൈഗ്രീസും അവിടെയാണ്. അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ട് കടക്കാൻ ജനങ്ങൾക്ക് പ്രയാസവും വന്നാൽ അവിടെ ആവശ്യമുണ്ട് ജുമുഅ ഒന്നിലധികം ആകാം. പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകി. പുഴയുണ്ടാകണം എന്ന് മാത്രമല്ല ആവശ്യം, ജനങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടിയാൽ സംഘർഷമുണ്ടാകും എന്ന ഭയമുണ്ടായാൽ പോലും അവിടെ തഅദ്ദുദുൽ ജുമുഅ ജായിസാണ്. ഈ മാനദണ്ഡം പറഞ്ഞത് ഡേറ്റ് ലൈനെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് മണിക്വാൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ശരിയായില്ല എന്ന് ഞാനിവിടെ ഉണർത്തിക്കൊണ്ട്, പിന്നെ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു അറഫ നോമ്പ്, അവിടെ നോക്കുമ്പോൾ നമ്മളിവിടെ നോമ്പ് നോൽക്കാതിരിക്കുന്നത് തീർത്തും അഭികാമ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, അറഫ നോമ്പ് നമ്മളോട് നോക്കാൻ പറഞ്ഞത് ദുൽഹജ്ജ് 9 അന്നാണ്. ദുൽഹജ്ജ് 9 അന്ന് ഇവിടെയുള്ളവരാ നോമ്പ് നോൽക്കേണ്ടത്, അറഫയിലുള്ള ആളുകൾ നോമ്പ് നോൽക്കേണ്ടതില്ല. അറഫയിലുള്ള ആളുകൾക്ക് അവരുടെ ദുൽഹജ്ജ് 9 അവർ അറഫയിൽ നിൽക്കണം. നമ്മളാണെങ്കിലോ ഇവിടെ നമ്മുടെ ദുൽഹജ്ജ് 9 അന്ന് നോമ്പ് നോൽക്കുകയും വേണം. അവർ പിറ്റേന്ന് പെരുന്നാളാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് അതൊന്നും പ്രയാസമില്ല. ഉള്ളതുപോലെ നടന്ന് 4 മദ്ഹബിലെയും പണ്ഡിതന്മാരുടെ വ്യക്തമായ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. സമയം പാലിക്കുക എന്നതാണ് സദസ്സ് മനസ്സിലാക്കുന്ന ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത എന്ന് മനസ്സിലാക്കി ആ പണ്ഡിത റിപ്പോർട്ടുകളൊക്കെ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. എടുക്കാൻ പറ്റിയ മുഴുവൻ പണ്ഡിതന്മാരും അവരൊക്കെ പറഞ്ഞത് ഇഖ്തിലാഫുൽ മതാലിഅ് ബാധകമാണ്. കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാസം പ്രഖ്യാപിക്കാവൂ. ഏറ്റവും ചുരുങ്ങിയതിൽ അവസാനമായി ഇബ്നു തൈമിയ്യ പറയുന്ന ഒരു വരി മാത്രം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫതാവയുടെ 25-ാം വാള്യത്തിൽ അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. ഫഇദാ ഷഹിദ ഷാഹിദുൻ ലൈലത്ത 30 മിൻ ശഅബാന അന്നഹു റആഹു ബിമകാനിൻ. ഞാൻ ഇന്നാലിന്ന നിങ്ങൾ അഹമ്മദിനെ കണ്ടിരുന്നോ? ഞാൻ ഇപ്പോൾ അവിടെ ആ സുന്നി പള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയുടെ സമീപത്ത് കണ്ടിരുന്നു എന്ന് പറയാൻ ലഫ്ദ് ഉപയോഗിക്കൽ റആ തന്നെ. ഇവിടെ ഇബ്നു തൈമിയ്യ പറയുന്നു അന്നഹു റആഹു ബിമകാനിൻ മിനൽ അംകിനത്തി ഖരീബിൻ ഔ ബഈദിൻ വജബ സൗമു. കാണലിനെയാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത് എന്ന് ഇത്രയും ശക്തിയായി വാദിച്ച ഒരു പണ്ഡിതൻ ഇബ്നു തൈമിയ്യയെ പോലെ കാണാനില്ല. അതുകൊണ്ട് കൂടുതൽ പണ്ഡിതന്മാരും കൂടുതൽ ജനങ്ങളും ഈ ഒരു ശൈലി സ്വീകരിക്കുന്നു എങ്കിൽ അതിനെ പിന്തുണച്ച് വൈകാരികമായ ഒരു മുസ്ലിം ഐക്യം എന്ന ആശയം തൽക്കാലം കൂടുതൽ പഠനം കഴിയുന്നത് വരെ തന്നെയെങ്കിലും മാറ്റി നിർത്തണം എന്നുണർത്തി ഇത്തരം സംരംഭങ്ങൾക്ക് വേദിയൊരുക്കിയവർക്ക് നന്ദി രേഖപ്പെടുത്തി വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.